എസ് ഈ വാർത്തയിൽ വിശകലനങ്ങളുമായി ചേരുന്നുണ്ട് വിദേശകാര്യ വിദഗ്ധർ താജ് ആലുവയും ഒപ്പം ഡോക്ടർ മോഹൻ വർഗീസും. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം ശ്രീ മോഹൻ വർഗീസിലേക്ക്. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ മൂന്ന് രാഷ്ട്രങ്ങൾ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ ഇവർ മൂന്ന് പേരും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസമാണ്. വരും ദിവസങ്ങളിൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിക്കും എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിലെല്ലാം നെതന്യാഹുവിന്റെ പ്രതികരണമാണ് ശ്രദ്ധിക്കേണ്ടത്. പൂർണ്ണമായി ഇല്ലാതാക്കും എന്നതിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിനകത്തു നിന്ന് തന്നെ വലിയ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുന്ന സാഹചര്യത്തിൽ വലിയ കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോയിരിക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. അത്തരത്തിലൊരു സമ്മർദ്ദത്തിലാണോ ഇസ്രായേൽ ഇപ്പോൾ? തീർച്ചയായും ബ്രിട്ടീഷ് നിലപാട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത സമ്മർദ്ദം തന്നെയാണ്. 1917 ബാൽഫോർ ഡിക്ലറേഷനാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന ഒരു കോൺസെപ്റ്റിനെ ഒരു എൻറ്റിറ്റിയാക്കി മാറ്റിയെടുക്കുന്നതിന് ഒരു കാറ്റലിസ്റ്റായി മാറിയത്. അങ്ങനെയെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് പറയുന്നു, ഇന്നത്തെ ആധുനിക ബ്രിട്ടൻ എന്ത് ചിന്തിക്കുന്നുവോ അത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സിംബോളിക്കായിട്ടെങ്കിലും അമേരിക്കയോടൊപ്പം ശക്തിയില്ലായിരിക്കാം, പക്ഷേ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഒരു സ്ഥിര അംഗമായ ബ്രിട്ടൻ ഇപ്പോൾ പരസ്യമായ നിലപാടെടുത്തിരിക്കുന്നു. ഈ സംഘർഷം 2 വർഷമായി, ഒക്ടോബർ 7, 2023 ശേഷം 2 വർഷമായി ഇടതടവില്ലാതെ തുടരുന്ന ഇസ്രായേലി ആക്രമണം അതെല്ലാ സീമകളും ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന ആശയം 48 തന്നെ ഉണ്ടാകേണ്ടതാണ്. അത് ബ്രിട്ടന് സാധിച്ചില്ല. അതുകൊണ്ട് ചരിത്രപരമായ ഒരു ദൗത്യമായി തന്നെ ബ്രിട്ടൻ അതിനെ കാണുകയാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രി ഡേവിഡ് ലാമി പറഞ്ഞത് ഇത് ചരിത്രപരമായ ബ്രിട്ടന്റെ ഒരു നിയോഗമാണ്, ചരിത്രപരമായ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അതിപ്പോൾ വൈകിയെങ്കിലും 2025 വർഷം ബ്രിട്ടൻ ഔപചാരികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോമൺവെൽത്ത് രാജ്യങ്ങളായ കാനഡയും ഓസ്ട്രേലിയയും ഇതോടൊപ്പം തന്നെ അംഗീകരിക്കുന്ന സ്വതന്ത്ര പരമാധികാര പലസ്തീനെ അംഗീകരിക്കുന്ന തീരുമാനവുമായി കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നു. പോർച്ചുഗൽ, ബ്രിട്ടൻ, യൂറോപ്പിൽ നിന്നും പോർച്ചുഗൽ എന്ന രാജ്യം. അങ്ങനെ നോക്കുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ നിലവിലുള്ള 193 രാജ്യങ്ങളിൽ 147 രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള 147 രാജ്യങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം ഒരു ദ്വിരാഷ്ട്ര പദ്ധതി അല്ലെ 2 നേഷൻ ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാകൂ. ശാശ്വതമായ പരിഹാരം അവിടെ ശാന്തത ഉണ്ടാകണമെങ്കിൽ, മധ്യ പൗരസ്ത്യ പ്രദേശത്തെ ശാന്തത ഉണ്ടാകണമെങ്കിൽ 2 രാജ്യ പരിഹാരം അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്നു. കൂടുതൽ രാജ്യങ്ങൾ ആ ബാൻഡ് വാഗണിലേക്ക് ചേരുകയാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിന് ഒരു വലിയ സുരക്ഷാ ഭീഷണി ഉണ്ട്, ഇസ്രായേലിന് ഒരു സമ്മർദ്ദമുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഔപചാരികം മാത്രമാണ്, സിംബോളിക് മാത്രമാണ്. ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി മാറണമെങ്കിൽ യഥാർത്ഥത്തിൽ വേണ്ടതെന്താണ്? 4 ഘടകങ്ങൾ ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം ശരിയാകൂ. ഒന്ന്, പോപ്പുലേഷൻ ഉണ്ടാകണം. പലസ്തീൻ മണ്ണിൽ പോപ്പുലേഷൻ ഉണ്ട്, വലിയ ഒരു ജനസംഖ്യ ഉണ്ട്. വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമായി ചെറിയ പ്രദേശമാണ്, സാമാന്യം തിക്ലി പോപ്പുലേറ്റഡ് ആണ്. അതുപോലെ ഒരു പ്രദേശമുണ്ട്, ആ പ്രദേശത്തിന് അതിർവരമ്പുകൾ അടിക്കടി മാറ്റി വരയ്ക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അതായത് ഇസ്രായേലിന്റെ അധിനിവേശം കാരണവും യുദ്ധങ്ങൾ കാരണവും ഈ അതിർവരമ്പുകൾ നിരന്തരമായി മാറ്റിമറിക്കുന്ന ഒരു കാഴ്ചപ്പാട്. അപ്പോൾ 2, 3 ഒരു ഗവൺമെന്റ് ഉണ്ടാകണം. ഇത് ഗാസയിൽ ഇപ്പോഴുള്ള ഗവൺമെന്റ് എന്ന് പറയുന്ന ഹമാസിന്റെ ഗവൺമെന്റ് ഇപ്പോൾ ഉണ്ട് എന്ന് കൃത്യമായി പറയാനാവാത്ത ഒരു നിലയിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷേ അവിടെ ഒരു സംവിധാനമുണ്ട്. വെസ്റ്റ് ബാങ്കിൽ മുഹമ്മദ് അബ്ബാസിന്റെ നേതൃത്വത്തിൽ ഒരു ഫത്ത പാർട്ടി നയിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. പക്ഷേ 4മത്തെ കാര്യമാണ് ഇവിടെ ഒരു മരീചികയായി തുടരുന്നത്. അതാണ് പരമാധികാരം, സോവറിറ്റി. ഒരു രാജ്യത്തെ അംഗീകരിക്കണമെങ്കിൽ, സ്വതന്ത്ര പരമാധികാര രാജ്യമായി ലോകരാജ്യങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ആ രാജ്യത്തിന് പരമാധികാരം ഉണ്ടാകണം. വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്ന ആ പലസ്തീൻ ഒരു സങ്കല്പത്തിന് പരമാധികാരമില്ല. അതുകൊണ്ട് ഈ ലോൺ പേപ്പർ ഈ രാജ്യം ആയി അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത് കേവലം ഔപചാരികം മാത്രമാണ്, കേവലം സിംബോളിക് മാത്രമാണ്. പക്ഷേ ഇസ്രായേലിന് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നു എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. അത് മാത്രമല്ല, അറബ് ലീഗിന്റെ കഴിഞ്ഞ ആഴ്ച ദോഹയിൽ അവസാനിച്ച അറബ് ലീഗ് മീറ്റിംഗിൽ എടുത്ത ശക്തമായ ചില നിലപാടുകൾ, അതോടൊപ്പം തന്നെ ഇസ്രായേലി അതിർത്തിയിൽ, പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ അതിർത്തിയിൽ വൻപൻ സൈനിക വിന്യാസം നടക്കുന്നു. 1973 യുദ്ധത്തിന് ശേഷം ഇതുവരെ ഈജിപ്തും ഇസ്രായേലും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഇസ്രായേലിനെതിരെ ഒരു സംയുക്ത അറബി ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും ആ ഒരു ബിൽഡപ്പിനെ പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് 2 വർഷമാകാൻ പോകുന്ന ഒക്ടോബർ 7, 2025 2 വർഷം പൂർത്തിയാക്കുകയാണ് ഈ യുദ്ധം തുടങ്ങിയിട്ട്.
അതുകൊണ്ട് തന്നെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഇസ്രായേൽ കടന്നു പോകുന്നത്. ബന്ദികളുടെ മോചനം ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഏതാണ്ട് 20-ൽ പരം ബന്ദികൾ ജീവനോടെ ഹമാസിന്റെ കസ്റ്റഡിയിൽ അവശേഷിക്കുന്നു എന്നാണ് ഒരു അനൗപചാരിക കണക്ക്. ആ വ്യക്തികളുടെ ഇനിയും ആ ബന്ദികളുടെ ജീവിതം മുന്നോട്ട് പോവില്ല എന്ന രീതിയിൽ ഹമാസിന്റെ ഒരു പ്രഖ്യാപനം വരുന്നു. അത് ഇസ്രായേലിനുള്ളിൽ ബന്ദികളുടെ ഫാമിലിയിൽ ഉണ്ടാക്കിയ ചലനം വളരെ വലുതാണ്. അവർ ഇസ്രായേലി ഗവൺമെന്റിന് നേരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഏതാണ്ട് വലിയൊരു നമ്പർ, അമേരിക്ക ഒഴിച്ചുള്ള മിക്ക പ്രമുഖ ലോകരാജ്യങ്ങളും സ്വതന്ത്ര പരമാധികാര പാലസ്തീനെ അംഗീകരിക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ യഥാർത്ഥത്തിൽ സമ്മർദ്ദത്തിൽ തന്നെയാണ്.